ഒരുപാട് പ്രതീക്ഷകളുമായാണ് ഈ ബജറ്റിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാത്തിരുന്ന് കാണാം ഏതൊക്കെ തരത്തിലുള്ള അത്ഭുതങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് വി.ഡി. സതീശൻ്റെ ബജറ്റിൽ എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് ഉദ്യോഗസ്ഥരെത്തി ബജറ്റിൻ്റെ കോപ്പി മുഖ്യമന്ത്രിക്ക് കൈമാറുകയും മറ്റും ചെയ്ത്. അതിനിപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങും എന്നും മനസ്സിലാക്കണം. ഉദ്യോഗസ്ഥർക്കൊപ്പമായിരിക്കും ഒരുപക്ഷെ സഭയിലേക്ക് പോവുക. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ബജറ്റ് അവതരണത്തിനായി അതിന് മുന്നോടിയായി സഭയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതായത് നിയമസഭാംഗങ്ങൾ ഓരോരുത്തരായി അങ്ങോട്ടേക്ക് എത്തുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സഭാ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ഇനി ഏതാണ്ട് 28 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. 28 മിനിറ്റിനകം അവിടേക്ക് മുഖ്യമന്ത്രി അടക്കം എത്തും. ഏതാണ്ട് 9 മണിക്ക് മുൻപ് തന്നെ മുഖ്യമന്ത്രി സഭയിലെത്തുകയും ബജറ്റ് അവതരണം ആരംഭിക്കുകയും ചെയ്യും. ഡാൻ കുര്യൻ അവിടെ തുടരുന്നുണ്ട്. ഡാന് അല്പം മുമ്പാണ് ഉദ്യോഗസ്ഥരെത്തി കാര്യങ്ങൾ കൈമാറിയത്. 8:30 മണിയാകുന്നു. ഉടനെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, മാധ്യമങ്ങളെ കാണില്ല. അദ്ദേഹം നേരെ നിയമസഭയിലേക്ക് പുറപ്പെടുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം കന്റോൺമെൻറ് ഹൗസിൽ നിന്ന് പുറത്തേക്കിറങ്ങും. ഉദ്യോഗസ്ഥർക്കൊപ്പം ഇരുന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ സ്പെഷ്യൽ ഡ്യൂട്ടിയും ഉദ്യോഗസ്ഥർ അടക്കം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഇനി വി.ഡി. സതീശൻ എപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നറിയാനുള്ളൊരു കാത്തിരിപ്പാണ്. ഒരു 10 മിനിറ്റിനകത്ത് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 8:45 ശേഷമോ അല്ലെങ്കിൽ അതിനു മുമ്പോ അദ്ദേഹം ഇറങ്ങുകയാണെന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് നടുവിലൂടെ കന്നി ബജറ്റ് അവതരിപ്പിക്കാനായി കയ്യിൽ ബജറ്റ് കോപ്പിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിലേക്ക് പുറപ്പെടുന്നു. മാധ്യമങ്ങളോട് ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്താതെ തൻ്റെ ആദ്യ ബജറ്റ് അവതരണത്തിനായി 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാരിനെ അധികാരത്തിലെത്തിയ ജനങ്ങൾക്ക് മുമ്പിൽ എന്ത് വിസ്മയമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഒന്നും പ്രതികരിക്കാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ധനമന്ത്രി കൂടിയായ വി.ഡി. സതീശൻ ഇതാ തൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഏത് തരത്തിലാകും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ബജറ്റിൽ കേരളം കാത്തിരിക്കുന്ന വിസ്മയം എന്ത് എന്നതാണ് സുപ്രധാനമായ കാര്യം. ഞങ്ങൾ ഈ പോകുന്ന വഴിയിലൂടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ വാഹനവ്യൂഹം അല്പസമയത്തിനകം എത്തിച്ചേരും. അദ്ദേഹം നിയമസഭയിലേക്ക് നേരെ പുറപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹമെല്ലാം തയ്യാറായി കഴിഞ്ഞു. എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് ഈ ബജറ്റിൽ എന്ത് വിസ്മയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് അറിയാൻ. എന്തായാലും അദ്ദേഹം ആദ്യം ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിരുന്നില്ല. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലാകും, അതായത് ബജറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില പ്രതികരണങ്ങൾ അവിടെ ഇതാ വാഹനത്തിലേക്ക് കയറുകയാണ്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം ഏതാനും മിനിറ്റുകൾക്കകം നിയമസഭയിലേക്ക് എത്തും. അതിന് മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ പൈലറ്റ് വാഹനമടക്കം പുറത്ത് തയ്യാറായി കഴിഞ്ഞു. ഇനി കേരളം കാത്തിരിക്കുന്നത് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിലെ വിസ്മയകരമായ പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടിയാണ്. എന്തായാലും വലിയ ധനപ്രതിസന്ധിക്കിടയിൽ വി.ഡി. സതീശൻ എന്ന ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റ്, ആ ബജറ്റിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി, വിദ്യാഭ്യാസ മേഖലയ്ക്കായി, ആരോഗ്യ മേഖലയ്ക്കായി, സ്ത്രീ സുരക്ഷയ്ക്കായി എന്ത് തരത്തിലുള്ള വിസ്മയങ്ങളാണ് അദ്ദേഹം കാത്തുവച്ചിരിക്കുന്നത് എന്നതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബജറ്റ് അവതരണത്തിനായി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതിന് നടുവിലൂടെയാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. സാധാരണ ധനകാര്യമന്ത്രിമാർ, ഇതിനു മുൻപുള്ള 10 വർഷവും നമ്മൾ കണ്ടിരുന്നു, ധനകാര്യമന്ത്രിമാർ തങ്ങളുടെ പ്രതീക്ഷകൾ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പമെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു വി.ഡി. സ്റ്റൈൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗത്തിനായാലും പ്രവർത്തികൾക്കായാലും
ഈ നേരത്തെ പറഞ്ഞ പോലെ ബജറ്റ് അവതരണത്തിനായാലും സത്യപ്രതിജ്ഞയ്ക്കായാലും ഒക്കെ നമ്മൾ ആ വീഡിയോ സ്റ്റൈൽ കണ്ടതാണ്. സമാനമായി തന്നെ പത്രപ്രവർത്തകരോട് കുശലം പറഞ്ഞ് ചിരിച്ച് അദ്ദേഹം ഇപ്പോൾ നിയമസഭയിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങൾ, കണ്ടോൺമെൻറ് ഹൗസിൽ നിന്നും നിയമസഭയിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഡാൻ തുടരാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന്, ഈ ബോർഡുള്ള കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ബജറ്റ് അവതരിപ്പിക്കാനായി പുറപ്പെടുന്ന ആദ്യ ധനമന്ത്രി എന്ന ഖ്യാതിയേറിക്കൊണ്ട് വി.ഡി. സതീശൻ കണ്ടോൺമെന്റ് ഹൗസിൽ നിന്ന് ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 2 മിനിറ്റിനകം 2-3 മിനിറ്റിനകം അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞു. സഭയിലേക്ക് ഡാൻ അതിലേക്ക് വരാം. അല്പസമയത്തിനകം അദ്ദേഹം അവിടെ എത്തും, നിയമസഭയിലെത്തും. നമുക്ക് അവിടേക്ക് പോകണം. അവിടെ BVN ഉണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.